ഹലോ, നമ്മുടെ എല്ലാ കൂട്ടുകാരും നമസ്കാരം. ഓഗസ്റ്റ് 5 തീയതി രാവിലെ 7:30 മണിക്കുള്ള ഒരു കാഴ്ചയാണ്. ഏകദേശവും തട്ടുമടിക്കാർ തന്നെയാണ് കേട്ടോ കരയ്ക്ക് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടുള്ളത് കുറച്ച് കണവ വരുന്നുണ്ട്, ഉള്ള വള്ളങ്ങൾക്കാണ്. അതുപോലെ കുറച്ച് കൊഞ്ച് വരുന്നുണ്ട്, കരിക്കാടിയും വരുന്നുണ്ട്, ടൈഗറും വരുന്നുണ്ട്, അതുപോലെ കണവ കേട്ടോ, സൂചി കണവയും അതുപോലെ ചതക്കണവയൊക്കെ വരുന്നുണ്ട്. ഇവർക്കൊരു 3 കുട്ടയിൽ കൊഞ്ച് കാണുന്നത് പോലെ കണയും ഉണ്ട്. വള്ളത്തിന്റെ അടുത്ത് പോയി തന്നെ നമുക്ക് ഡീറ്റെയിൽ നോക്കാം കേട്ടോ. നമുക്ക് ഇതിപ്പോ വന്ന് തട്ടുമടിക്കാരാണ് കേട്ടോ. എല്ലാ വള്ളക്കാർക്കും ഇല്ല കേട്ടോ. ഉള്ള വള്ളക്കാർക്ക് കുറച്ച് കണവ, അതുപോലെ കുറച്ച് കൊഞ്ച്, പിന്നെ കുറച്ച് കൊഴിയാള, കുറച്ച് നെത്തോലി, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇവർക്ക് 2 കള്ളിയില് കണവ ഉണ്ട് കേട്ടോ. 2 കള്ളിയിൽ കണവ വരുന്നുണ്ട്. കാണുന്നത് പോലെ 3 കുട്ട കൊഞ്ചാണ് കേട്ടോ. ഇതില് ടൈഗറും വരുന്നുണ്ട്, ചെറിയ സൈസ് കരിക്കാടി എന്നുള്ള കൊഞ്ചും ഉണ്ട് കേട്ടോ. നാടൻ കൊഞ്ചും വരുന്നുണ്ട്. എല്ലാ വള്ളക്കാർക്കും ഇല്ലേ, ഉള്ള വള്ളക്കാർക്ക് കുറച്ച് വരുന്നുണ്ട്. പോയിട്ട് ഇവർക്കും കണവ തന്നെയാണ്. കുട്ടികളൊക്കെ വാരി എടുക്കുന്നുണ്ട്. എല്ലാ വള്ളക്കാർക്കും ഇല്ല, ഉള്ള വള്ളക്കാർക്ക് വേണം കുറച്ചുള്ളത്. ഇവർക്ക് കുറച്ച് മീഡിയം സൈസ് കൊഴിയാള, അതുപോലെ പോള, അങ്ങനത്തെ കുറച്ച് മീനാണ് ഈ തട്ടുമണിക്കാർക്കുള്ളത്. വേലവിളിയൊക്കെ അവിടെ നടക്കുന്നുണ്ട്. എല്ലാ വള്ളക്കാർക്കും മീനുകളൊന്നുമില്ല കേട്ടോ. എല്ലാ വള്ളക്കാർക്കും മീനുകളൊന്നുമില്ല. ഉള്ള വള്ളക്കാർക്ക് കുറച്ച് മീനുകൾ മാത്രമേ ഉള്ളൂ. ഇനിയും പറയാൻ പറ്റത്തില്ല. ഇന്നലെയൊക്കെ ഏകദേശം ഉച്ച സമയമായപ്പോഴേ നമ്മുടെ തമിഴ്നാട് വള്ളക്കാർക്ക്, അതുപോലെ നമ്മുടെ വിഴിഞ്ഞ വള്ളക്കാർക്കൊക്കെ മായ്ക്കൊക്കെ ഈ അയില ഉണ്ടായിരുന്നു, ഒരു മീഡിയം സൈസ് അയില മീൻ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരുപാട് തമിഴ്നാട് വള്ളക്കാരൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇവര് ഇനി എത്ര മണിക്കാണ് കരയ്ക്ക് വരുന്നതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ആദ്യം വന്നിട്ട് മീൻ കൊടുത്തുകൊണ്ട് 2ാം പ്രാവശ്യം മണിക്ക് പോയി വള്ളക്കാർ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ കുറച്ച് അയില മീൻ ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഒരുപാട് വള്ളക്കാർ പോയിട്ടുള്ളത്. ഇവർക്ക് മിക്സഡ് ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ മീനുകൾ. ചെറിയ സൈസ് കൊഴിയാള, പോള, അങ്ങനത്തെ മീൻ. ഇതാ ഈ കാണുന്ന നമ്മുടെ തട്ടുമടിക്കാർക്ക് ഒരു പെട്ടി നിറയെ കണവ ഇരിപ്പുണ്ട്. അതുപോലെ കള്ളിയിലും കണവ കിടപ്പുണ്ട്. കള്ളി എന്ന് പറയുന്നത് ഇതുപോലെ അറകളെയാണ് കള്ളി എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഓഗസ്റ്റ് 5 തീയതി 7 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ്. കൊഴിയാള മീൻ ഇവർ അളന്നെടുത്തതിന് ശേഷം നമ്മുടെ കമ്പനിക്കാർക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവസ്ഥ. ഒരു ദിവസം കാണുന്ന മീന് പിറ്റേ ദിവസം കാണുന്നില്ല. അപ്പൊ ഇന്ന് പ്രധാനമായിട്ടുള്ളത് കണവ തന്നെയാണ്. മിക്ക തട്ടുപിടിക്കാർക്കും കുറച്ച് കണവ മീന് തന്നെയാണുള്ളത്. അത് ഈ കാണുന്നത് നെത്തോലിയാണ് കേട്ടോ. നെത്തോലി കുറച്ച് ഒരു കുട്ടയിൽ അളന്നെടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്ന കൂട്ടുകാർ മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എന്നും ഒരേ കണക്കായിരിക്കത്തില്ല. അത് മാത്രമല്ല, ഉള്ള വള്ളക്കാർക്ക് മീൻ കാണത്തുള്ളൂ. ഇല്ലാതെ ഒരുപാട് വള്ളക്കാരൊക്കെ കരയ്ക്ക് വരുന്നുണ്ട്. ഇത് നെത്തോലിയാണ് കേട്ടോ. ഈ വള്ളത്തിൽ ഇപ്പൊ വന്ന തട്ടുപിടിയാണ്. അവരുണ്ട്. ഉണ്ടോ പോയി കണവൊന്നുമില്ല. ഇന്ന് കണവായിട്ടില്ലേ? കുറെ കണവയില്ല കേട്ടോ. നെത്തോലി മീൻ മാത്രമാണ്. ഏതാളെ എടുക്കണം? കോട്ടടാ. ഇയാള് നേരത്തെ വീഡിയോയിലുള്ള ആളല്ലേ? പിന്നെ ഇവർക്ക് മിക്സഡ് ആയിട്ടുള്ള മീനാണ്. പോള, അതുപോലെ കൊഴിയാള എല്ലാം ഇവര് തെരഞ്ഞു മാറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം കൊഴിയാള മീൻ ആർക്ക് കൊടുത്തത്? കമ്പനിക്കാർക്ക് കൊടുത്തതാണ്. വിളിച്ചു കൊടുക്കണം. ലേലം ചെയ്ത് കൊടുക്കുന്നല്ലേ? ലേലം ചെയ്താണ് കൊടുക്കുന്നത്. സാധാരണ 2300, 400 കടപ്പുറ വിലയ്ക്ക് പോകുന്നുണ്ട്. സാധാരണ കൊഴിയാള മീൻ എല്ലാ വള്ളക്കാർക്കും ഉണ്ടായിരുന്നെങ്കിൽ കമ്പനിക്കാർ തന്നെ ഇതിനെ അളന്നെടുത്തതിന് ഇല്ല കേട്ടോ. ഇന്ത്യയല്ല, ലോകത്തുള്ള എല്ലാ സ്ഥലത്തും കാണും കേട്ടോ. എല്ലായിടത്തും കാണും.
നമ്മുടെ അടിമലത്തുറമുള്ള നമ്മുടെ ചേട്ടന്മാരാണ് ഇവര്. നമ്മളെ അറിയാത്തതായിട്ട് എല്ലാരും ഉണ്ട്. കാരണം നമ്മള് വീഡിയോ വഴിയല്ല, ഇല്ലാതെ നമ്മളെ ഇവർക്കെല്ലാം അറിയാം കേട്ടോ. അപ്പൊ ഇതാണ് ഓഗസ്റ്റ് 5-ാം തീയതി 7 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ്. ഇനിയും പറയാൻ പറ്റത്തില്ല കേട്ടോ. ചിലപ്പോൾ 2ാം പ്രാവശ്യം പണിക്ക് പോകുന്ന തട്ടുപണിക്കാർക്ക് ഇനി മീനൊക്കെ കൂടുതൽ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ പാവപ്പെട്ട വള്ളക്കാർക്ക് കാരമീൻ മാത്രമാണ്. വലിയൊരു വിലയോ കാര്യങ്ങളൊന്നും കാണത്തില്ല. നമ്മുടെ ചേട്ടനാണ്. നിങ്ങൾ ഈ കാര മാത്രം കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കിട്ടുമോ? കൊഞ്ചുണ്ടോ? ഒന്ന് കാണിച്ചു കൊടുക്കും നമ്മുടെ ആൾക്കാർക്ക് കൊഞ്ച്. ഒരു കൊഞ്ച് ഇവർക്ക് ഈ കാരയുടെ കൂടെ തന്നെ കൊഞ്ചുണ്ടെന്നാണ് പറയുന്നത്. കാണിച്ചു തരാൻ പോവുകയാണ് കേട്ടോ. കൊഞ്ച് നിങ്ങൾ അതുമായിരിക്കും. ഉണ്ടല്ലോ കുറച്ച് കൊഞ്ച്, അതുപോലെ കുറച്ച് കാരമീനാണ് കൂടുതലുള്ളത്. പുതുപ്പൊക്കെ ഉണ്ട്. ചേട്ടാ വാള ഒന്ന് കാണിച്ചു കൊടുത്ത്. ഒരു വലിയ സൈസ് വാള കാണിച്ചു തരാം. ഈ ഇപ്രാവശ്യം വന്നതിൽ ഏറ്റവും വലിയ വാള. വെച്ചോളി കേട്ടോ. പുതുപ്പ് കാണിച്ചു അടി കിടക്കാണെന്നാണ് പറയുന്നത്. ഓക്കെ, മറുപടിയൊക്കെ ഉണ്ട്. വരും, നിങ്ങൾ വരും. ചില വള്ളക്കാർക്ക് കണവ, ചില വള്ളക്കാർക്ക് കൊഞ്ച്, ചില വള്ളക്കാർക്ക് നെത്തോലി, കാര, ഇങ്ങനെ പല വെറൈറ്റികളാണ് വരുന്നത് കേട്ടോ. എല്ലാ വള്ളക്കാർക്കും സെയിം ആയിട്ടുള്ള മീനല്ല ഇന്ന്. കാരണം ഏറ്റവും കൂടുതൽ മീൻ വന്നത് തിങ്കളാഴ്ചയായിരുന്നു കേട്ടോ. തിങ്കളാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മുരല് മീനായിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നലെ ചൊവ്വാഴ്ച ആയപ്പോഴത്തേ ആ മുരല് മീൻ കാണാനില്ലായിരുന്നു, കണവയായിരുന്നു. അതുപോലെ ഇപ്പം ബുധനാഴ്ച ആയിട്ടുണ്ട്. ബുധനാഴ്ച ഈ കാണുന്ന ഓരോ വള്ളക്കാർക്ക് ഓരോ തരത്തിലുള്ള മീനുകളാണ് വരുന്നത്. ഇത് പള്ളോ പുതിയോറ കേട്ടോ. പുതിയോറയും പുല്ലുളയും എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കേട്ടോ. കാരണം ഒരു ഏരിയയിലെ ഒരു തട്ടുപടി പണിക്ക് പോകാനുള്ള എല്ലാവരും കിട്ടത്തില്ല. അപ്പൊ ഇവർ ഓരോ സ്ഥലത്തു നിന്ന് ഓരോ ആൾക്കാരായിരിക്കും വരുന്നത്. അപ്പൊ എല്ലാവരും കൂടെ കൂട്ടം കൂടിയാൽ തന്നെ ഏകദേശം 15-16 ആൾക്കാരായിരിക്കും ഓരോ തട്ടുപടിയൊക്കെ പണിക്ക് പോകുന്നത്. ഇവര് നടന്നു പോകുന്നത് എടുക്കുന്നില്ല. ഹായ് പറഞ്ഞിട്ട് പോ, ഹായ് പറഞ്ഞിട്ട് പോ. തിരിഞ്ഞു നോക്കിയില്ല. ഓഗസ്റ്റ് 5-ാം തീയതി രാവിലെ 7 മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ച ഇങ്ങനെയാണ്. അപ്പൊ ഇനി പറയാൻ പറ്റത്തില്ല. ഉച്ച കഴിഞ്ഞിട്ട് എന്തെങ്കിലും മീനോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും ഒരു വീഡിയോ ആയിട്ട് എടുത്ത് നമ്മുടെ കൂട്ടുകാരുടെ മുമ്പിൽ എത്തിക്കാം കേട്ടോ. ഓക്കെ, എല്ലാവരും ബൈ ബൈ.